സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 16, 5 മുതലുള്ള തിരുവചനങ്ങൾ. ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ല എങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, കഴിഞ്ഞ ഞായറാഴ്ച പന്തക്കുസ്ത ആയിരുന്നു. സഭയുടെ സ്ഥാപന ദിനം. പരിശുദ്ധാത്മാവ് ആണ് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയും നയിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടും, ഒക്കെ ചെയ്യും. പക്ഷേ പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥന കുറവായിരിക്കും. ഒരുപക്ഷെ കരിസ്മാറ്റിക്കിലേക്ക് പ്രാർത്ഥന ജീവിതത്തിലേക്കൊക്കെ വന്നവർ കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. പക്ഷേ സാധാരണ ആളുകൾ പൊതുവെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് കുറവായിരിക്കും. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ആരംഭിക്കുന്നത്, ബൈബിൾ ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മേലെ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ആ വചനം ഒന്ന് ശ്രദ്ധാപൂർവം ഒന്നും കൂടെ നമ്മൾ കേട്ടാൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമിയുടെ അന്നത്തെ അവസ്ഥ എന്താ? രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, അല്ലേ? ആഴത്തിന് മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഈ സൃഷ്ടികർമ്മത്തിൽ എല്ലാം ശൂന്യമായിട്ട്, കയോസ് എന്ന് പറയും, അല്ലേ? എല്ലാം എന്താ, ഇപ്പോഴത്തെ ഒരു ഭാഷയിലൊക്കെ പറഞ്ഞാൽ കുളമായി കിടക്കുന്ന ഒരവസ്ഥ. ഒന്നും ശരിയാകുന്നില്ല, അല്ലേ? എല്ലാം ഒരു അവ്യക്തതയാണ്, ശൂന്യതയാണ്, അന്ധകാരമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഭൂമി നിൽക്കുകയാണ്. ഇത് ശരിക്കു പറഞ്ഞാൽ ഇന്ന് നമ്മുടെയും ചില അവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണ്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. ഒന്നിനും ഒരു വെളിച്ചം കിട്ടുന്നില്ല. അങ്ങനെ ശൂന്യമായിട്ട്, മുമ്പിലൊരു വ്യക്തതയില്ലാതെ അവ്യക്തമായി ശൂന്യമായി കുളമായി കിടക്കുന്ന ഒരവസ്ഥയിൽ ഒരു പ്രതീക്ഷയായിട്ട് നിൽക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവാണ്, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാര്യം, എല്ലാം സൃഷ്ടിക്കപ്പെടുകയാണ്, എല്ലാം ഉണ്ടാവുകയാണ്, അല്ലേ? വെളിച്ചമുണ്ടായി, ഭൂമിയുണ്ടായി, സൃഷ്ടിജാലങ്ങളെല്ലാം ഉണ്ടാവുകയാണ്. ഈ 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിൽ പിന്നീട് നമ്മൾ ഓരോ ദിവസവും ഓരോ സായാഹ്നത്തിലും തമ്പുരാൻ പറയുന്നത് എന്താ? എല്ലാം നന്നായിരിക്കുന്നു, അല്ലേ? നമ്മുടെ ജീവിതത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒന്നും ശരിയാകുന്നില്ല, ഒന്നും റെഡിയാകുന്നില്ല, എല്ലാം ഒരു അവ്യക്തതയും ശൂന്യതയുമായി നിൽക്കുമ്പോഴും ഇതിനെയൊക്കെ മാറ്റി ഏറ്റവും നല്ലതാക്കി തീർക്കുവാൻ ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്
നമ്മിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടാകും, അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധിയിലും അതിനെ നല്ലതാക്കി ശ്രേഷ്ഠമാക്കി മാറ്റുവാൻ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അസ്ഥികളുടെ താഴ്വാരം എന്ന് പറയുന്ന ഭാഗം. ഈ അസ്ഥികളുടെ താഴ്വാരത്തിൽ ഈ പ്രവാചകനോട് ആത്മാവ് പറയുന്നുണ്ട്, നീ അസ്ഥികളോട് പോയി പ്രവചിക്കുക, പ്രസംഗിക്കുക, അല്ലേ? ആ അസ്ഥികളോട് പ്രസംഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അസ്ഥികളൊക്കെയും കിലുകിലാ ശബ്ദത്തോടു കൂടി ഒന്നായി ചേരുകയാണ്, അല്ലേ? എന്നിട്ട് അവിടെ അത് മാംസം നിറയുകയാണ്. അതിനുശേഷം അത് തൊലി കൊണ്ട് മൂടുകയാണ്. പക്ഷെ അന്നേരവും അതിന് ജീവനില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ജീവനില്ല അന്നേരവും, അല്ലേ? എന്ന് പറഞ്ഞാൽ മരവിച്ചിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ദൈവത്തിൻ്റെ നിശ്വാസം ഈ മനുഷ്യരിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിന് ജീവൻ വയ്ക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ട് എല്ലാം ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു മരവിപ്പാണ്. എല്ലാം ഒരു തീഷ്ണതയോടെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അത് നമ്മുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, നമ്മളത്ര, അതായത് നമുക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോഴാണ് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരാരെങ്കിലും മോശമായിരുന്നോ? അവർക്ക് താല്പര്യമില്ലായിരുന്നു ദൈവവചനം അല്ലെങ്കിൽ ദൈവത്തിന് സാക്ഷികളായി ജീവിക്കാൻ വേണ്ടി സർവ്വതും ഉപേക്ഷിച്ചവരായിരുന്നു. ആര്? അല്ലേ? അല്ല, അവർക്ക് ഈശോയോട് സ്നേഹമില്ലാത്ത വ്യക്തികളോ, ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരോ, ദൈവത്തിന് സാക്ഷ്യമേകി ജീവിക്കണമെന്ന് താല്പര്യമില്ലാത്തവരോ ഒന്നുമല്ല. പക്ഷേ എന്ത് സംഭവിക്കുന്നുണ്ട്? അവർക്ക് ഇടർച്ചകൾ വരുന്നുണ്ട്, അല്ലേ? പത്രോസ്ലീഹ ഒന്ന് ആലോചിച്ചു നോക്കി. പത്രോസ്ലീഹ, കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ജെറൂസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു, അവിടെ പീഡകളേറ്റ് മരിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പത്രോസ്ലീഹ എന്താ പറയുന്നത്? ക്രിസ്തുവിനോടുള്ള വലിയ സ്നേഹം കൊണ്ടായിരിക്കാം. പക്ഷേ കർത്താവിന് മുമ്പിൽ വന്ന് തടസ്സം പറയുക, നിനക്കത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയാണ്. പക്ഷേ ഈശോ അന്നേരം പറയുന്നൊരു കാര്യമുണ്ട്, എന്ത്? സാത്താനെ, നീ ദൂരപ്പോ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നീ എനിക്ക് തടസ്സം നിൽക്കുകയാണെന്നാണ് പറയുക. ഇതേ പത്രോസിന്റെ ജീവിതത്തിൽ അപ്പസ്തോല പ്രവർത്തനം 1-2 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ആത്മാവ് വന്ന് ഈ ശ്രീഹായിൽ നിറയുമ്പോൾ വരുന്ന ഒരു വലിയ മാറ്റമുണ്ട്, അല്ലേ? കഥകടച്ച് പേടിച്ച് അരണ്ടിരുന്ന ഈ സ്ത്രീഹന്മാര് ശക്തിപ്പെടുന്നത് എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ്. അതായത് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും, നമുക്ക് ബലം നൽകും, നമ്മുടെ ആത്മീയ ജീവിതത്തിന് കരുത്ത് പകരും. ആര്? പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ശ്രീഹ അന്ന് പുറത്തിറങ്ങി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറ്റ പ്രസംഗം കൊണ്ട് എന്ത് സംഭവിച്ചു? 3000-ഓളം പേര് മാനസാന്തരപ്പെട്ടു. ഇത് അദ്ദേഹത്തിൻ്റെ ഈ വാക്ചാതുര്യം കൊണ്ട് സംഭവിച്ചതാണോ? അല്ല. എന്തുകൊണ്ട് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് അവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാനസാന്തരം സംഭവിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ, നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ആര് പ്രവർത്തിച്ചു തുടങ്ങണം? പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങണം. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരണമെങ്കിൽ എന്തിന് വിധേയപ്പെടണം? പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെടണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും മാറ്റം വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പാപങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെ മാറ്റുവാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് നമ്മൾ പറയുന്നു. വീണ്ടും നമ്മൾ കാണുമ്പോൾ ഭിന്നതകൾ മാറിപ്പോകാൻ ഈ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ജനം ഒന്ന് ചേർന്നൊരു ബാബേൽ ഗോപുരം പണിയുന്നു.
ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ ശ്രമിച്ചത്? അതായത് തങ്ങൾ ചിതറിക്കപ്പെടുന്നതിന് മുമ്പ് തങ്ങളുടെ പേരും പ്രശസ്തിയും നിലനിർത്തുവാൻ വേണ്ടി നമുക്കൊരു പട്ടണവും ഗ്രാമവും ഒരു ഗോപുരവും പണിയാമെന്നാണ് അവർ പറഞ്ഞത്, അല്ലേ? ഒരു പട്ടണം പണിത് അതിലൊരു ഗോപുരം പണിത് നമ്മുടെ പേരും പ്രശസ്തിയും നിലനിർത്താം എന്ന് ജനം തീരുമാനിക്കുകയാണ്. അന്ന് സംഭവിച്ചത് എന്താ? ഇവരുടെ ഭാഷകൾ ഭിന്നിക്കപ്പെട്ടു, അല്ലേ? ഇവർക്ക് പരസ്പരം പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാതെ വന്നു, അല്ലേ? അതാണ് സംഭവം. അതുകൊണ്ട് അവർക്കത് പൂർത്തീകരിക്കാൻ പറ്റിയോ? ഇല്ല. അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടായിരുന്നോ? സമ്പത്തില്ലാത്തത് കൊണ്ടായിരുന്നോ? അവർക്ക് ഈ ആൾബലമില്ലാത്തത് കൊണ്ടാണോ? അല്ല. പക്ഷേ ദൈവത്തെ കൂടാതെ അവർക്ക് അവരുടെ തന്നെ പേരും പ്രശസ്തിയും നിലനിർത്തുവാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. അവർ പരാജയപ്പെട്ടു. ഭാഷകൾ ഭിന്നിക്കപ്പെട്ടു, അല്ലേ? എന്നാൽ ഇതേ സംഭവം അപ്പസ്തോല പ്രവർത്തനത്തിൽ വരുന്ന ഒരു മാറ്റം നോക്കി. പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ വന്ന മാറ്റം എന്താ? അപ്പസ്തോലനായ പത്രോസ് തൻ്റെ അരമായ ഹീബ്രു ഭാഷയിൽ പ്രസംഗിക്കുമ്പോൾ കേട്ടവരൊക്കെയും അവരവരുടെ ഭാഷയിലാണ് കേട്ടത്, അല്ലേ? ഗ്രീക്കുകാര്, മേദിയാക്കാര്, ഇവരെല്ലാം കേട്ടത് എന്താ? സ്വന്തം ഭാഷയിലാണ്, അല്ലേ? ഇതാണ്. അതായത് ഭിന്നതകൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം തന്നെ നോക്കിയും മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല, അല്ലേ? അതല്ലേ ഒരു പ്രശ്നം. അതായത് അവർ അപ്പൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിച്ചതല്ല മക്കൾ അല്ലെങ്കിൽ ഭാര്യ, ജീവിത പങ്കാളി മനസ്സിലാക്കുന്നത്, അല്ലേ? നമ്മുടെയൊക്കെ ഒരു സങ്കടം എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളത്. ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശശുദ്ധിയെ, നന്മയെ മറ്റുള്ളവരെ ഗ്രഹിക്കുന്നില്ലല്ലോ, മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം, ഒരു സങ്കടമൊക്കെ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. ഇവിടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് ഈ ഒരു ഭിന്നതകൾ മാറുന്നത്, അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്കറിയാം. എന്തൊക്കെയാണ്? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, ആത്മസംയമനം, വിശുദ്ധി, ഇല്ലേ? ഇതെല്ലാം ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം, അല്ലേ? ഒരു വൃക്ഷം, നിങ്ങൾ ഒരു മാവ് നട്ടാൽ അല്ലെങ്കിൽ ഒരു തെങ്ങ് നട്ടാൽ ആ തെങ്ങ് നല്ല തെങ്ങാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് നന്നായിട്ട് തഴച്ച് വളർന്ന് ഇല ചൂടി നിന്നാൽ മതിയോ? നല്ല മാവാന്ന് പറയുമോ നിങ്ങൾ? ഇല്ല. എപ്പോഴാണ് നിങ്ങൾ ആ ഒരു മാവിനെ നല്ല മാവെന്ന് പറയുന്നത്? ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ. ഒരു ക്രിസ്ത്യാനി ഒരു നല്ല ക്രിസ്ത്യാനിയാണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? ഈ ഫലങ്ങളാണ്, അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ഫലം വേണം. അതായത് നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്കൊരു സ്നേഹത്തിൻ്റെ, ഒരു ക്ഷമയുടെ, ഒരു ശാന്തതയുടെ, സൗമ്യതയുടെ ആ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഈ ശല്യമൊന്നും പോയാൽ മതി എന്നാണോ ചിന്തിക്കുന്നത്? അല്ലേ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങൾ, നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളാണ് എങ്കിൽ അവിടെ സമാധാനം ഉണ്ടായിരിക്കണം, അല്ലേ? നമ്മളെല്ലാ ദിവസവും പള്ളിയിൽ വരുന്നുണ്ട്, പറ്റുന്ന പ്രാർത്ഥനകളൊക്കെയും ചെല്ലുന്നുണ്ട്. എന്നിട്ടും നമുക്ക് ഒരാളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അവൻ്റെ കുറവുകളൊക്കെ ഉണ്ടാകും നമ്മുടെ കൂടെ വസിക്കുന്നവർക്ക്. ആ കുറവുകളെ മറന്ന് അവരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ എങ്കിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തികളാണ് എന്ന്, നല്ല ക്രിസ്ത്യാനികളാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഭക്തിയുണ്ട്, പക്ഷെ ആത്മാവിൽ നമ്മൾ നിറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കരിസ്മാറ്റിക് വ്യക്തികളാണെങ്കിലും നമ്മളൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? എനിക്ക് പ്രവചനപരം വേണം, അല്ലേ? എനിക്ക് ഭാഷാപരം വേണം, എനിക്ക് രോഗശാന്തി വരം വേണം, പിന്നെ എന്നാ ഉള്ളത്? അതായത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ?
അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് പരിശുദ്ധാത്മാവിനോ ദൈവത്തിനോ വേണ്ടിയിട്ടല്ലത്, അത് എനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, സൗഖ്യപ്പെടുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് ആളുകൾ ഓടിക്കൂടും, ഇല്ലേ? ഇല്ലേ? വരികയല്ലേ? അല്ലേ? ആളുകളോട് കൂടും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ദൈവത്തിന് വേണ്ടിയിട്ടാണോ എനിക്ക് വേണ്ടിയിട്ടാണോ? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്വാർത്ഥതയ്ക്കും നമ്മുടെ തന്നെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണ്, അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് നമുക്കൊക്കെ ദൈവം തരുന്നുണ്ട്. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉറപ്പായിട്ടും തരും. നമ്മുടെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കണം, അല്ലേ? പരിശുദ്ധാത്മാവ് നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം, ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ, ആത്മാവിൻ്റെ ഫലങ്ങളുള്ള വ്യക്തികളായി തീരുവാൻ വേണ്ടി, അതിനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആത്മാവിൽ നമ്മൾ ശക്തിപ്പെടുകയും ബലപ്പെടുകയും ചെയ്യും, അല്ലേ? നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അനുദിന ജീവിതത്തിൽ നിന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഒരു 10-40 വയസ്സിന് മുകളിലേക്കുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കുറേ ഉപകരണങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അരകല്ലും പിള്ള, അല്ലേ? മുളകൊക്കെ നിങ്ങൾ അരച്ചിട്ടില്ലേ അമ്മമാർ? ഇല്ലേ? ഒരു 10-40 വയസ്സിന് മുമ്പ് അതിന് മുകളിലേക്കുള്ളവർക്ക് തീർച്ചയായും പരിചയമുള്ള ഒരു ഉപകരണമാണ് എന്ത്? അരകല്ലും പിള്ള, അല്ലേ? ഇന്ന് ആ സാധനത്തെ കാണുവാനില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാത്തതുകൊണ്ടാണോ? പിന്നെയോ? മിക്സി വന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് വലിയ അധ്വാനമൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് മുളക് അരയ്ക്കാൻ പറ്റുന്നു, അല്ലേ? പൊടിച്ച് സാധനങ്ങളൊക്കെ പൊടിക്കാൻ പറ്റുന്നുണ്ട്, ഇല്ലേ? ഒത്തിരി എളുപ്പം കിട്ടിയില്ലേ? ഇല്ലേ? കപ്പിയും കയറും ഉപയോഗിച്ച് വെള്ളം കോരലിപ്പോൾ ഉണ്ടോ? എന്തൊരു അധ്വാനം പിടിച്ച പണിയായിരുന്നു, അല്ലേ? ദൂരെ പോയി കിണറ്റിൽ നിന്ന് വെള്ളം കോരി അത് ചുമന്നുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ എന്തേലും സമയവും നമ്മുടെ അധ്വാനവും കളഞ്ഞിട്ടുണ്ട്, ഇല്ലേ? കളഞ്ഞായിരുന്നോ? എന്നാൽ ഇന്ന് എത്രയോ എളുപ്പമുണ്ടല്ലേ? ഒരു സ്വിച്ച് ഇട്ടാൽ നമ്മുടെ ടാങ്കി വെള്ളം നിറയും, ഒരു പൈപ്പ് തുറന്നാൽ വെള്ളം എത്തും, അല്ലേ? ഇത് എങ്ങനെ സംഭവിച്ചതാ? ഒരു ഉപകരണത്തിൻ്റെ, ഒരു മോട്ടറിൻ്റെ കണ്ടുപിടുത്തമാണ്, അല്ലേ? ഒരു എൻജിൻ്റെ, ഒരു മോട്ടറിൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് സംഭവിച്ചതാണ് ഈ എളുപ്പമുള്ള കാര്യങ്ങൾ, അല്ലേ? ഈ സൈക്കിൾ ചവിട്ടി നമ്മൾ പോകുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സൈക്കിൾ നമ്മൾ ചവിട്ടിയാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഊപ്പാട് തീരും, ഇല്ലേ? തിരിയല്ലേ? എന്നാൽ ഇപ്പം മോട്ടോർ സൈക്കിളിലോ സ്കൂട്ടിയിലോ കയറി പോകുന്ന ടീമൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ സംഭവിച്ചത്? ഇതിലെല്ലാം സംഭവിക്കുന്ന കാര്യം എന്താ? ഒരു മോട്ടർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, അല്ലേ? ശരിയല്ലേ? ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ. അതായത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറഞ്ഞ എന്താ? ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സഹായകൻ വരും. എന്തിനു വേണ്ടിയിട്ട്? ഈ സഹായകൻ നമ്മുടെ ഉള്ളിൽ വന്ന് നമുക്ക് വേണ്ടി അധ്വാനിക്കുക. അതായത് നമ്മുടെ പരിശ്രമമല്ല ശരിക്കും പറഞ്ഞ ആത്മീയ ജീവിതത്തിൽ നമ്മളെ നിലനിർത്തുന്നതും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും വിശുദ്ധിയിൽ നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്നതും പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കുന്നതും ഒക്കെ ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പം നമ്മുടെ അധ്വാനം കുറഞ്ഞിട്ട് ആത്മാവ് നമുക്ക് വേണ്ടി അധ്വാനിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കേണ്ടതും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കേണ്ടതും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുക്കാനും പരിശുദ്ധാത്മാവിന് വേണ്ടി തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കാനും നമ്മൾ തയ്യാറാകണം. നമുക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇത് എത്രയോ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്, പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ. ഇതൊന്ന് കിട്ടിയിട്ട് വേണ്ടെന്നുള്ളതാണ് പ്രശ്നം, അല്ലേ? ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും
ഇതൊന്നും കിട്ടുന്നില്ല അല്ലേ? ഞാൻ വിചാരിക്കുന്ന ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആഗ്രഹിക്കാത്ത ആരും ഇവിടെ വന്നിരിക്കാൻ യാതൊരു സാധ്യതയില്ല. ഞങ്ങളൊരു കാരണവശാലും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനെന്ന് കരുതിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാം താല്പര്യമില്ലേ? ഉണ്ട് അല്ലേ? അച്ഛൻ ഒരു ചെറിയ ഒരു കഥ പറയാം. കഥയല്ല, ഒരു സംഭവം. ഒരിക്കൽ തീക്കട്ടയും കരിക്കട്ടയും കൂടെ നടക്കാൻ പോയി. ആരൊക്കെ കൂടി നടക്കാൻ പോയത്? തീക്കട്ടയും കരിക്കട്ടയും. ഈ തീക്കട്ടയും കരിക്കട്ടയും കൂടെ നടക്കാൻ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കരിക്കട്ടയ്ക്ക് ഭയങ്കര സങ്കടം. കാരണം ആരും എന്നെ അത്ര അങ്ങ് ശ്രദ്ധിക്കുന്നില്ല അല്ലേ? ഈ തീക്കട്ടയാണെങ്കിൽ നല്ല ചുമന്ന് തുടുത്ത് നല്ല പ്രകാശപൂരിതമായിട്ട് ഇരിക്കും. നിന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നുള്ളൂ, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ തീക്കട്ട കരിക്കട്ടയോട് പറഞ്ഞു, നീ വിഷമിക്കുകയോ സങ്കടപ്പെടുകയൊന്നും വേണ്ട. നീ എന്ത് ചെയ്താൽ മതി? നീ എന്നോടൊന്ന് കുറച്ച് ചേർന്ന് നിന്നാൽ മതി, അടുത്ത് നിന്നാൽ മതി അല്ലേ? കരിക്കട്ട തീക്കട്ടയോട് ചേർന്നിരുന്നാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? കരിക്കട്ട കനൽക്കട്ട തീക്കട്ടയായിട്ട് മാറിക്കൊള്ളും. കുറച്ച് സമയമൊക്കെ ഈ കരിക്കട്ട ഇങ്ങനെ ഈ തീക്കട്ടയോട് ചേർന്ന്, അത് കഴിഞ്ഞ് അത് വീണ്ടും മാറിപ്പോയി. അത് പറഞ്ഞ് എനിക്ക് ഈ ചൂടും ഇതൊന്നും സഹിക്കാനുള്ള ശക്തി എനിക്കില്ല, എന്നെക്കൊണ്ട് എനിക്ക് വേണ്ട, എനിക്ക് കരിക്കട്ടയായി തന്നെയൊക്കെ ഇരുന്നാൽ മതി അല്ലേ? ഈ കരിക്കട്ടയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. കരിക്കട്ട ഒറിജിനൽ എന്താ? അതിൻ്റെ സത്തയിൽ അത് എന്താ ശരിക്ക്? എന്താ? നിങ്ങൾക്ക് കരിക്കട്ട നിർമ്മിക്കാൻ പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും കുറച്ച് കരിക്കട്ട ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് കരിക്കട്ട ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമോ? എന്താ നിങ്ങൾ ഉണ്ടാക്കിയത് അല്ലേ? തീക്കട്ടയായിരുന്നു അല്ലേ? സത്തയിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കട്ട എന്ന് പറയുന്നത് തീക്കട്ടയായിരുന്നു. പക്ഷെ എപ്പോഴാണ് ഈ കരിക്കട്ട ആ ഒരു അവസ്ഥയിലേക്ക് പോയത്? എപ്പോഴാണോ തീക്കട്ടയിൽ നിന്ന് അല്ലെങ്കിൽ വിറകിൽ നിന്ന് എനിക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പൊട്ടി അടർന്ന് മാറിപ്പോയതാണ് ശരിക്ക് കരിക്കട്ട. നമ്മൾ ശരിക്ക് എന്താ? ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്തു? എനിക്ക് ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയി. ശരിക്കും പറഞ്ഞാൽ അതല്ലേ അവസ്ഥ? ഈ കരിക്കട്ട തീക്കട്ടയിൽ നിന്ന് മാറിയതുപോലെ ദൈവത്തിൽ നിന്ന് മാറിയതാണ് ശരിക്ക് മനുഷ്യൻ്റെ ദൈവാത്മാവിന് മനുഷ്യന് നഷ്ടപ്പെട്ടത് അല്ലേ? വീണ്ടും തമ്പുരാൻ വീണ്ടും പിടിച്ച് ചേർത്ത് നിർത്തി അല്ലേ? മാമോദീസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ എന്ത് ചെയ്തു? ദൈവിക ജീവനെ നമുക്ക് തിരിച്ചു നൽകിയില്ലേ? എന്താ മാമോദീസായുടെ നിർവചനം? മാമോദീസയുടെ നിർവചനം പറഞ്ഞ് മാമോദീസ സ്വീകരിച്ചവരല്ലേ ഇരിക്കുന്നേ? എന്താ മാമോദീസ? എന്താ മാമോദീസയിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും? കൂദാശയാണിത്. എന്താ കൂദാശ എന്ന് പറഞ്ഞാൽ? അദൃശ്യമായ പ്രസാദവരത്തെ നമുക്ക് നൽകുന്ന ദൃശ്യമായ അടയാളമാണ് എന്ത്? കൂദാശ അല്ലേ? തിരുസഭ സ്ഥാപിച്ചതും ഈശോ സ്ഥാപിച്ചതും തിരുസഭ പരികർമ്മം ചെയ്യുന്നതുമാണ് എന്ത്? കൂദാശ. മാമോദീസായിലൂടെ സംഭവിക്കുന്ന എന്താണ്? നമ്മളെ സ്വർഗരാജ്യത്തിന് അവകാശവും സഭയിൽ അംഗത്വവും നൽകി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്ന കൂദാശയാണ് എന്ത്? മാമോദീസ. അപ്പോൾ നമ്മൾ എന്തുമായി? മാമോദീസ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ മകനായി മകളായി സ്വർഗരാജ്യത്തിന് അവകാശിയായി മാറിയിട്ടുണ്ട് ഇല്ലേ? നമ്മൾ അമലോത്ഭവ മാതാവിനെ കുറിച്ച് വളരെ ചിന്തിക്കാറുണ്ട് അല്ലേ? അമ്മയെക്കുറിച്ച് അല്ലേ? പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അവൾ പ്രസാദപര പൂർണ്ണയായിരുന്നു, അവൾക്ക് ഉത്ഭവഭാവമില്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇല്ലേ? ധ്യാനിക്കുന്നില്ലേ? നമുക്ക് ആ അവസ്ഥയുണ്ടോ? നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താ? പരിശുദ്ധ അമ്മ അങ്ങനെ ജീവിച്ചത് എന്തുകൊണ്ടാണ്? കർത്താവ് വളരെ കാര്യമായിട്ട് ചേർത്ത് പിടിച്ചു ഇല്ലേ? ഉത്ഭവഭാവം ഇല്ലായിരുന്നു. നമുക്കെന്തുണ്ട്?
ഉത്ഭവഭാവമുണ്ട് ഇല്ലേ? ഇല്ലേ? ആ, കൃപാവര പൂർണ്ണതയായിരുന്നു ആര്? പരിശുദ്ധയമ്മ. നമുക്കങ്ങനെ വല്ലതും ഉണ്ടോ? പിന്നെ നമ്മൾ പാവം ചെയ്യുന്നത് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ആരുടെ കുഴപ്പം ഇതൊക്കെ? കർത്താവ് സൃഷ്ടിച്ചതിൻ്റെ കുഴപ്പം അല്ലേ? സത്യമായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ? ഉത്ഭവഭാവം നമുക്ക് നൽകി നമ്മുടെ കുഴപ്പം കൊണ്ടാണോ? ആണോ? ആ, ഒരു ഉറപ്പില്ലാതിരിക്കുന്നത് ഇങ്ങനെ ശരിയല്ലേ? നമ്മുടെ കുഴപ്പമാണ് ഉത്ഭവഭാവം. ഞാൻ വല്ലതും തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഉത്ഭവഭാവം ഉണ്ടായത്? ആണോ? ആണോ? അല്ല, ഈ ഇരിപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇതൊന്നും നമ്മുടെ കുഴപ്പമല്ല, കർത്താവിൻ്റെ കുഴപ്പം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് അല്ലേ? ശരിയല്ലേ? പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. മാമോദീസ സ്വീകരിക്കാത്തവരാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഇതൊക്കെ സമ്മതിക്കും. മാമോദീസായിൻ്റെ നിർവചനം എന്താ? ഉത്ഭവഭാവവും കർമ്മഭാവവും ഉണ്ടെങ്കിൽ അതും നീക്കി സഭയിൽ അംഗത്വം എന്ന് പറഞ്ഞാൽ ഒരു മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ ഏതിലേക്ക് മാറി? പരിശുദ്ധ അമ്മയുടെ ഉത്ഭവഭാവം ഇല്ലാതെ ജനിച്ച അവസ്ഥയിലേക്ക് മാറുന്ന കൂദാശയാണ് ഏത്? മാമോദീസ. ഇനി ഒരു രക്ഷയില്ല. തമ്പുരാൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞിരിക്കാനൊന്നും ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. അതായത് അച്ഛൻ പറഞ്ഞു വന്ന ഒരു കാര്യം ഇതാണ്. അതായത് ദൈവം നമുക്ക് എല്ലാ കാര്യങ്ങളും നൽകുന്നുണ്ട്, വീണ്ടും വീണ്ടും അവസരം നൽകുന്നുണ്ട്. ഒരു കരിക്കട്ട തീക്കട്ടയായി മാറുന്നത് പോലെ, അതായത് കരിക്കട്ട തീക്കട്ടയോട് ചേർന്നിരുന്നാൽ വീണ്ടും അത് കനൽക്കട്ടയായി തീരുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി തീരും. എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ചേർന്നിരിപ്പ് നടത്തണം അല്ലേ? ഓരോ കൂദാശയും നമുക്ക് അതിനുള്ള അവസരമാണ്. വിശുദ്ധ കുമ്പസാരം, കുർബാന, മാമോദീസ, സ്ഥൈര്യലേപനം, ഈ കൂദാശകളൊക്കെയും നമുക്ക് എന്തിനുള്ള അവസരമാണ്? പരിശുദ്ധാത്മാവിനാൽ നിറയാനുള്ള അവസരമാണ്. ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കണം. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ സ്വർഗാരോഹണ വേളയിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ വസിക്കണം, നഗരത്തിൽ തന്നെ വസിക്കണം അല്ലേ? അവിടെ ജെറുസലേം വിട്ടു പോകരുതെന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ജെറുസലേമത്തിൻ്റെ പ്രത്യേകത? ഈശോയുടെ പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, ഇത് സംഭവിച്ചത് എവിടെയാണ്? ജെറുസലേമിലാണ്. യഹൂദരുടെ ദേവാലയം നിലനിൽക്കുന്ന സ്ഥലം എവിടെയാണ്? ജെറുസലേമിലാണ് അല്ലേ? അപ്പോൾ നമ്മളും, അതായത് പരിശുദ്ധാത്മാവിനെ നിറയണമെങ്കിൽ നമ്മളും എന്ത് ചെയ്യണം? ഈ ദേവാലയം വിട്ട്, ജെറുസലേം വിട്ട് നമ്മൾ പോകാൻ പാടില്ല. തമ്പുരാനോടുള്ള ആ ഒരു ബന്ധം നമ്മൾ ഒരിക്കലും മുറിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ, അതായത് ദേവാലയത്തോടുള്ള, വിശുദ്ധ കുർബാനയോടുള്ള, കൂദാശകളോടുള്ള നിന്റെ ബന്ധം നീ മുറിക്കാതെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോയെ, ഞങ്ങളും ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ജീവിതം തീഷ്ണതയുള്ള ജീവിതമാകാൻ, ജ്വലിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ പലപ്പോഴും തണുത്ത് ഉറഞ്ഞ് മരവിച്ച് കിടക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ആത്മാവ് ഞങ്ങളിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും, ഞങ്ങൾ തീഷ്ണതയുള്ളവരായി തീരും. അതിന് വിശുദ്ധ കുർബാനയോടും കൂദാശകളോടും ചേർന്ന് നിൽക്കണമെന്നും ദേവാലയം വിട്ടു പോകാതിരിക്കണമെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. നല്ല ദൈവമേ, അവിടുത്തെ സൗജന്യ ദാനമായ ഈ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കുകയും ആത്മാവിൻ്റെ പല ദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ വളർത്തുകയും ചെയ്യണമേ. ആത്മാവിനാൽ പ്രചോദിക്കപ്പെട്ട, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഈ വിശുദ്ധ കുർബാനയിൽ ആത്മാവിനാൽ നിറഞ്ഞ് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
പരിശുദ്ധൻ മഹോന്നത ദൈവം പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം മിശിഹ പരിശുദ്ധൻ മഹോന്നത ദൈവം പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം മിശിഹ ഹല്ലേലൂയ കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാം. സ്വർഗം നമ്മളെ നോക്കി സന്തോഷിക്കുന്ന സ്വർഗീയ നിമിഷമാണിത്. കോർത്ത കരങ്ങളൊന്ന് അല്പം ത്യാഗത്തോടെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മളെ ഇന്ന് വീണ്ടും ഈ സഞ്ചഭവനിലേക്ക് വരാനായിട്ട്, ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട്, വിശുദ്ധ ബലി അർപ്പിക്കാൻ, ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഈശോയുമായിട്ട് ഐക്യപ്പെടാൻ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ഈശോയൊന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. തിരുസഭയോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഇക്കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണുകളടച്ച് സിസ്റ്റർ പറഞ്ഞു തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കണം. കർത്താവായ ഈശോയെ, ഞങ്ങളിപ്പോൾ അർപ്പിച്ച പരിശുദ്ധ കുർബാനയുടെ കാൽവരി ബലിയുടെ അനന്തമായ യോഗ്യത വഴി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, വലിയ സംരക്ഷണം ഏർപ്പെടുത്തണമേ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ, ഞങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ കണ്ണുനീര് തുടച്ചു മാറ്റണമേ, ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. എന്റെ ഈശോയെ, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് അഭയം, ഞങ്ങൾക്ക് ആശ്രയം. ഞങ്ങൾ അങ്ങേ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലുള്ള ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ, ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
യേശുവേ വരണമേ, യേശുവേ വരണമേ, യേശുവേ വരണമേ. യേശുവേ വരണമേ. ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്തിന്റെ കൃപയാൽ നിറയ്ക്കണമേ, വരങ്ങളാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. ഒരിക്കൽ കൂടെ സ്തുതിച്ചേ. സ്തുതിക്കുന്ന ദൈവമേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ നമ്മുടെ ആരാധനാ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്നത്തെ ആരാധനയിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു കൃപ എന്താണ്? കഴിഞ്ഞ ആഴ്ചത്തെ ശുശ്രൂഷയിൽ നമ്മൾ ചോദിച്ച ഒരു കൃപ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ കൃപയാൽ നിറയാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൻ്റെ കൃപയാൽ നിറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അച്ഛൻ, നമ്മുടെ ജോബി അച്ഛനും അതിനെക്കുറിച്ച് തന്നെയാണ് പങ്കുവച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലും വരങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫലങ്ങളെന്നും പറഞ്ഞില്ലേ അച്ഛൻ? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലില്ലാതെ നമ്മുടെ ആരുടെയും മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ എന്ത് സംഭവിക്കുകയില്ലെന്നാണ് പറഞ്ഞത്? ഒരു മാറ്റവും സംഭവിക്കുകയില്ല. പിന്നെ നമ്മളൊക്കെ എത്ര പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നടക്കും. അച്ഛൻ ചില ഉദാഹരണങ്ങളൊക്കെ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. ചിലപ്പം ഒന്നും തലേ കയറിയില്ല, ഉദാഹരണങ്ങളെങ്കിലും നമ്മുടെ മനസ്സിലോർത്തിരുന്നു. നമ്മളൊക്കെ ഒരുപാട് പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒത്തിരി ഉള്ളിൽ ഒത്തിരി സ്നേഹമുള്ള മനുഷ്യരാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവരെന്ന് കൈപ്പൊക്കിക്ക്. ഉള്ളിലുള്ളതേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഉള്ളു നിറയെ സ്വാർത്ഥതയും അഹങ്കാരവും അഹന്തയും തന്നിഷ്ടങ്ങളും തോന്നിവാസങ്ങളൊക്കെ ആണെങ്കിൽ സ്നേഹം കൊടുക്കാൻ പറ്റുമോ? സ്നേഹം പറ്റില്ല. ഈശോയുടെ, ഇത് ജൂൺ മാസമാണ്, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താ? ഈശോയുടെ ഹൃദയം എന്നല്ല നമ്മൾ പറയുന്നത്, തിരുഹൃദയം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ് തിരുഹൃദയം. എന്തുകൊണ്ടാണ് നമ്മുടെ ആരുടെയും ഹൃദയത്തെ തിരുഹൃദയം എന്ന് പറയുന്നില്ല? ഈശോയുടെ ഹൃദയത്തെ തിരുഹൃദയം എന്ന് പറയാനുള്ള കാരണം എന്താ? അല്ലേ? നമ്മൾ ചിന്തിക്കണം. ഈശോയുടെ ഹൃദയത്തിന് നമ്മുടെ ഹൃദയത്തിന് എന്തേരം മുഴുപ്പുണ്ട്? ചെറുതാ. ഈശോയുടെ ഹൃദയം ഭൂമിയോളം വലുതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ ഹൃദയത്തിന് എത്ര വലിപ്പമുണ്ട്? ഈ ഭൂമിയോളം വലിപ്പമുണ്ട്. ഈ ഭൂമിയുടെ വലിപ്പം നമുക്ക് അളന്നെടുക്കാൻ പറ്റുമോ? ആഴം അളക്കാൻ പറ്റുമോ? വീതി അളക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. അപ്പം ഈശോയുടെ ഹൃദയത്തിന് പുറത്ത് ഈ ലോകത്തിൽ ആരുമില്ല. അതല്ലേ സത്യം? ആണോ? അതെ. നമ്മുടെ ഹൃദയം കുഞ്ഞായിരിക്കുന്നതിൻ്റെ കാരണം എന്താ? നമ്മുടെ ഹൃദയം കുഞ്ഞിതാ, അതിങ്ങനെ വികസിക്കുന്നില്ല. ഹൃദയം വികസിക്കുന്നില്ല. ചിലപ്പോൾ പറയല്ലേ, ഹൃദയം ചുരുങ്ങിപ്പോയി, അതിനിങ്ങനെ സ്റ്റെന്തൊക്കെ ഇട്ട് ഹൃദയത്തിൻ്റെ ബ്ലോക്ക് വരുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആൻജിയോപ്ലാസ്റ്റിയോ ഒക്കെ ചെയ്തിട്ട് ഹൃദയത്തിൻ്റെ ബ്ലോക്ക് മാറ്റും. ശരിക്കും സ്നേഹിക്കുന്ന തലത്തിൽ ഈശോയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയം വിശാലമായി നിന്ന് ആ സ്നേഹത്തിൽ വളരുന്നതിനുള്ള ബ്ലോക്ക് മാറ്റേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വലത്തേരം ഉയർത്തിപ്പറ ഹല്ലേലൂയ. സ്വരം ഉയർത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ആ ഹൃദയം പോലെയുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഈശോയുടെ ഹൃദയത്തിൻ്റെ ആ സ്നേഹത്തിലെ പ്രത്യേകത എന്താണെന്ന വിശുദ്ധ വചനം നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് നോക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54:10. അതെല്ലാവർക്കും അറിയാവുന്നൊരു വചനം. ഒന്ന് പറഞ്ഞേ.
യെശയ്യാ 54:10. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. ഹല്ലേലൂയ. ആ വചനം പോലും അറിയത്തില്ലേ? ഒന്ന് പറഞ്ഞ്. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു വചനമല്ലേ അത്? എന്താ ഇതിൻ്റെ അർത്ഥം? ഈശോയുടെ സ്നേഹം അതെപ്പോഴും സ്ഥിരമാണ്. ഇന്ന് സ്നേഹിച്ചിട്ട് നാളെ നീ അങ്ങ് മാറി നിൽക്കാൻ പറയുകയില്ല. സ്നേഹിച്ചതാ. ഹല്ലേലൂയ. ഒരിക്കലും എടുത്ത് കളയുകയില്ല. നമ്മളെയൊക്കെ അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ ഈശോ? ഉണ്ടോ? ഉണ്ട്. അതിനുവേണ്ടി ഈ ഹൃദയം അവിടെ ഒരു വലിയ ഒരു ദ്വാരമുണ്ട്, വലിയൊരു മുറിവുണ്ട്. ഈ മുറിവിൻ്റെ വീതിയും വിസ്താരവും ആഴവും അളവെന്നൊക്കെ പറയുന്നത് ഈ ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനെയും, ഈ ഭൂമിയിലേക്ക് ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യനും ഇരിക്കാൻ, വസിക്കാൻ ഇടമുള്ള ഒരു സ്ഥലമാണ് ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട ഈ തിരുഹൃദയം. അപ്പോൾ ആ തിരുഹൃദയത്തിൻ്റെ സവിശേഷത, ഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹത്തിൻ്റെ സവിശേഷതയാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നത്. 54:10 യേശയ്യാ 54:10 നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണത്? അത് സ്ഥിരമാണ്. ഹല്ലേലൂയ. ഇന്ന് സ്നേഹിച്ചിട്ട് നാളെ സ്നേഹിക്കാതിരിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു സ്നേഹം, ഇന്ന് സ്നേഹിച്ചിട്ട് നാളെ സ്നേഹിക്കാതിരിക്കാത്ത ഒരു സ്നേഹമെങ്കിലും നിങ്ങൾക്ക് പറയാമോ? ആരും മിണ്ടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ ഒരു സ്നേഹം വേറെ ഇല്ല. അത് വിശുദ്ധ കുർബാന. അതല്ലാതെ ഈ ഭൂമിയിലുള്ള വേറെ ആരുടെയെങ്കിലും സ്നേഹത്തെ കാര്യമാണ് ചോദിക്കുന്നത്. ഭർത്താവ് അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഭാര്യ അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? സത്യത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം ഇങ്ങനെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. എങ്ങനെ ആയിരിക്കണമെന്ന്? ഇപ്പോൾ ഉള്ള പോലെയല്ല. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്ത് കുന്തമാണ് അല്ലേ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ ആ ഹൃദയത്തിലെ സ്നേഹം എന്ന് പറയുന്നത് അത് സ്ഥിരമാണ്. ഹല്ലേലൂയ. ആ വിവാഹ ജീവിതം അങ്ങ് ആരംഭിച്ചപ്പോഴത്തെ സ്നേഹം അല്ലേ? അത് 10 വർഷം പിന്നിട്ടാലും 20 വർഷം പിന്നിട്ടാലും 40 വർഷം പിന്നിട്ടാലും 50 വർഷം പിന്നിട്ടാലും ഈ സ്നേഹം കുറഞ്ഞല്ല വരേണ്ടത്. പിന്നെയോ കൂടിയാ വരും. കുറഞ്ഞു വരുന്നതിൻ്റെ അടയാളം എന്താ? ആ കുടുംബത്തിൽ കലഹമായിരിക്കും, അസ്വസ്ഥതയായിരിക്കും, രോഗികളായിരിക്കും. ഭാര്യ എപ്പോഴും രോഗിയായിരിക്കും, അല്ലെ ഭർത്താവ് എപ്പോഴും രോഗിയായിരിക്കും. അതിൻ്റെ കാരണം എന്താ? പ്രതീക്ഷിച്ച സ്നേഹമൊന്നും കുടുംബജീവിതത്തിൽ ഇല്ല. പ്രതീക്ഷിച്ച സമാധാനമൊന്നും കുടുംബത്തിലില്ല. അവൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ ഈശോയുടെ തിരുഹൃദയം നമ്മളോട് പറയുകയാണ്, കുഞ്ഞേ, നീ ഞാൻ സ്നേഹിച്ചതുപോലെ നിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ സ്നേഹിക്കണം, നിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സ്നേഹിക്കണം, നിൻ്റെ മക്കളെ സ്നേഹിക്കണം. അതുകൊണ്ട് യെശയ്യാ 54:10 അഭിഷേകം ചോദിക്കണം. കല്യാണം കഴിച്ചവരുന്ന് കൈപൊക്കിക്ക്. ഏത് അഭിഷേകം ചോദിക്കേണ്ടത്? ഇനി യെശയ്യാ 46:4 നിങ്ങളുടെ വാർദ്ധക്യം വരെയും, എപ്പോഴാ? അവസാന ശ്വാസം വരെയും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയ ആ സ്നേഹമാണ് ഭാര്യ ഭർത്താവിലേക്കും, ഭർത്താവ് ഭാര്യയിലേക്കും, ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും മക്കളിലേക്കും, മാതാപിതാക്കളിലേക്കും, സഹോദരങ്ങളിലേക്കും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കേണ്ട ചാലുകൾ. ഹല്ലേലൂയ. യെശയ്യാ 46:4 നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് നരവാദിക്കുമ്പോഴും ഞാൻ നിങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വഹിക്കും. ഹല്ലേലൂയ. ഇനിയിപ്പോൾ ഭാര്യയ്ക്ക് സൗന്ദര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഭർത്താവിന് സൗന്ദര്യമില്ല, മുടിയെല്ലാം നരച്ചു, സൗന്ദര്യമൊക്കെ പോയി, അല്ലെങ്കിൽ രോഗിയായി, അതുകൊണ്ട് ഇനി അങ്ങനെ സ്നേഹിക്കാൻ പറ്റിയല്ല, ഇനി ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ആകാനേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ
സ്നേഹത്തിൻ്റെ ഒഴുക്ക്, ജീവിത പങ്കാളിയിലേക്കുള്ള സ്നേഹത്തിൻ്റെ ഒഴുക്ക് നിലച്ചു പോകുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ എന്തുണ്ടാകുന്നത്? സമാധാനം നഷ്ടപ്പെടുന്നത്, അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈശോയുടെ ഈ വചനത്തിൻ്റെ അഭിഷേകം ചോദിക്കണം, സ്ഥിരമായ സ്നേഹത്തിൽ ജീവിക്കാൻ. അത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹമാണ്. സ്ഥിരമായ സ്നേഹം, അതൊരിക്കലും മാറ്റമില്ല, അതിനൊരിക്കലും വ്യവസ്ഥകളില്ല. വീണ്ടും ഒന്ന് കൈവെള്ളൽ എണ്ണിപ്പിടിക്കണം. ഞാൻ ചോദിക്കും അവസാനം, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? അത് സ്ഥിരമാണ്. വചനത്തിൻ്റെ അഭിഷേകം ഏതാ വേണ്ടത്? യെശയ്യാ 54:10. രണ്ടാമത്തെ എന്താണെന്നറിയാവോ? ആ സ്നേഹം അനന്തമാണ്. ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അനന്തമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം എന്താ? അവസാനമില്ല. അതിന് അവസാനിപ്പിക്കാൻ പറ്റാത്ത ഒരു സ്നേഹം. പറഞ്ഞേ, അങ്ങനെ ഒരു സ്നേഹം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ ഈ ലോകത്തിൽ? നമ്മൾ എത്ര നല്ല സ്നേഹമാണെന്ന് പറഞ്ഞാലും കുറേ നാൾ കാണാതിരിക്കുമ്പോൾ, കുറേ നാൾ കേൾക്കാതിരിക്കുമ്പോൾ, കുറേ നാൾ ബന്ധങ്ങളില്ലാതിരിക്കുമ്പോൾ, സാമീപ്യമില്ലാതിരിക്കുമ്പോൾ, അടുത്തല്ലാതിരിക്കുമ്പോൾ, അകലങ്ങളിലായിരിക്കുമ്പോൾ ഈ സ്നേഹം സാധാരണ എന്ത് ചെയ്യാറുള്ളത്? സ്റ്റോപ്പായി പോകും. അതുകൊണ്ട് ജീവിത പങ്കാളിയൊക്കെ പുറത്തൊക്കെ ഉള്ളവരുന്ന് കൈപ്പൊക്കിക്ക്. പുറത്തേ കുടുംബം പോറ്റാൻ വേണ്ടി പുറത്ത് ജീവിത പങ്കാളികളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കൈപ്പൊക്കിക്ക്. സ്നേഹം കുറഞ്ഞു പോകാതിരിക്കാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പറ. നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. വീഡിയോ കോളിലൂടെ എന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്ന പോലെയല്ല, വീഡിയോ കോളിലൂടെയും ഫോൺ കോളിലൂടെയൊക്കെ നമ്മുടെ ആ ബന്ധം, നമ്മൾ മനുഷ്യരാണ്, ദൈവമല്ല. അതുകൊണ്ട് ഇതെല്ലാം വളരുന്നതും, ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞു പോയിരിക്കുന്ന പോലെ ഒരു സ്നേഹത്തിൻ്റെ അനന്തതയായി മാറുന്നതും, എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, എൻ്റെ കുടുംബാംഗങ്ങളോട്, എൻ്റെ മാതാപിതാക്കളോടൊക്കെയുള്ള ആ സ്നേഹം അനന്തമാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് പോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ സ്നേഹം തന്നെ എൻ്റെ ഹൃദയത്തിൽ നിറയണം. ഹല്ലേലൂയ. ഈശോയോട് പ്രാർത്ഥിക്കണം അതിന് വേണ്ടിയിട്ട്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31:3 അഭിഷേകം ചോദിക്കണം. വചനാഭിഷേകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വചനാഭിഷേകം ഒന്ന് കേട്ടിട്ടില്ലേ? ആ വചനം നമ്മളിലാകുക. ഈശോയെ സ്തുതി. ഹല്ലേലൂയ. നമ്മളെ അവിടെ ആരെങ്കിലും പറയാം ഇതുപോലെ സ്നേഹിക്കുന്നു, ഈശോയെ സ്നേഹിക്കുമെന്നറിയാം, പക്ഷെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ലെന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ജീവിതം വിജയിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31:3 പറയുന്നത്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ഈ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹത്തിന് ഒരിക്കലും അവസാനമില്ല. അത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നിത്യമായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അനന്തമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലേക്കും ഇതൊഴുകിയെത്തുന്നൊരു സ്നേഹമാണ്. ഹല്ലേലൂയ. വലത്തേരം ഉയർത്തി ഉണർവോടെ പറഞ്ഞ്, ക്ഷീണമാണോ? തളർച്ചയാണോ? പക്ഷെ ചെറിയ തളർച്ചയൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പം ദൈവസ്നേഹത്തിൻ്റെ 3 പ്രത്യേകതകൾ പറഞ്ഞ്. 1, അത് സ്ഥിരമാണ്. 2, അനന്തമാണ്, അവസാനിക്കുന്നില്ല. പിന്നെ എന്താണ്? അത് അചഞ്ചലമാണ്. 3 കാര്യം. അചഞ്ചലമാണ്. അചഞ്ചലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭാഗത്തുനിന്ന് എന്തവിശ്വസ്തത ഉണ്ടായാലും ദൈവത്തിൻ്റെ ആ സ്നേഹത്തിന് മാറ്റം വരില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ ഭൂമിയിലേക്ക് വന്ന എന്തിനാ? പാപികളെ സ്നേഹിക്കാനാണ്, അല്ലേ? ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു ഗോതമ്പപ്പത്തിൽ മറയാൻ തക്ക വിധം കുരിശിൽ മരിച്ച് ശൂന്യനായി തീർന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പാപികളെ സ്നേഹിക്കാൻ, നമ്മളുടെ പാപ അവസ്ഥയിൽ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് 3 കാര്യം മനസ്സിൽ പിടിക്കണം. 3 കാര്യം. വിലാപത്തിൻ്റെ പുസ്തകം 3:22 എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. എൻ്റെ ജീവിത പങ്കാളി എന്നെ വേണ്ട പോലെ സ്നേഹിക്കുന്നില്ല,
എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെ മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല, അത് വലിയൊരു പ്രശ്നമാണ്. കുഞ്ഞു പ്രശ്നമൊന്നുമല്ല, ചെറിയ പ്രശ്നമൊന്നുമല്ല അത്. അപ്പോൾ ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് മറികടന്ന് മുന്നോട്ട് പോകേണ്ടത്? എങ്ങനെയാ എന്ന് പറഞ്ഞ് ദിവ്യകാരുണ്യ സ്നേഹത്തിൻ്റെ അഭിഷേകത്തിലായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. അതായത് ഈ ഭൂമിയിൽ എൻ്റെ അപ്പൻ സ്നേഹിച്ചില്ലേലും അമ്മ സ്നേഹിച്ചില്ലേലും, അതാ വചനം പറയുന്നത്, മുല കുടിക്കുന്ന കുഞ്ഞിനെ പോലും ഒരമ്മയ്ക്ക് ഉപേക്ഷിക്കാമെങ്കിൽ, ഉപേക്ഷിക്കുന്ന ചരിത്രങ്ങൾ സംഭവങ്ങൾ ഒരുപാട് നമ്മൾ കാണുന്നു കേൾക്കുന്നു. അപ്പോൾ വചനം പറയുക, മുല കുടിക്കുന്ന കുഞ്ഞിനെ പോലും അമ്മയ്ക്ക് ഉപേക്ഷിക്കാമെങ്കിൽ നീയും നിൻ്റെ അമ്മയാൽ, നീയും നിൻ്റെ അപ്പനാൽ, നീയും നിൻ്റെ ജീവിത പങ്കാളിയാൽ, നീയും നിൻ്റെ പ്രിയപ്പെട്ടവരാൽ ഒക്കെ ഉപേക്ഷിക്കപ്പെട്ടെന്ന് വരാം. അവരുടെയൊക്കെ സ്നേഹം നിനക്ക് കിട്ടിയില്ലെന്ന് വരാം. പക്ഷേ നീ എവിടെ ആശ്വാസം കണ്ടെത്തണം? എവിടെ ആശ്വാസം കണ്ടെത്തണം? ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിനക്കിടമുണ്ട്. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 27:10 ഈശോ ഒരു വചനം ഉറപ്പിച്ച് നമുക്ക് തരുന്നുണ്ട്. എന്താണ്? അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈക്കൊള്ളും, ഞാൻ നിന്നെ കൈക്കൊള്ളും. ഇന്ന് അങ്ങനത്തെ ചരിത്രങ്ങൾ ഇഷ്ടം പോലെ നമ്മൾ കേൾക്കുക. ഈ ഡൈവേഴ്സിലൊക്കെ സംഭവിക്കുന്നത് എന്താണതല്ലേ? അല്ലേ? കുഞ്ഞുങ്ങളെക്കുറിച്ച്, മക്കളെക്കുറിച്ച് അവരോട് സ്നേഹമുണ്ടെങ്കിൽ, അവരെക്കുറിച്ച് കരുതലുണ്ടെങ്കിൽ, അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഡൈവേഴ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പം അപ്പൻ്റെയും അമ്മയുടെയും മനസ്സിലൊക്കെയുള്ള മക്കളോടുള്ള സ്നേഹവും കരുതലും ഒക്കെ, അവർ കൊടുക്കേണ്ട സംരക്ഷണമൊക്കെ അവർ പിൻവലിക്കുമ്പോഴാണ്, അത് വേണ്ട എന്ന് വെക്കുമ്പോഴാണ് ഡൈവേഴ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുകയാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചാലും യെശയ്യാ 66:13 പറയുക, അമ്മയെ പോലെ തന്നെ കുഞ്ഞെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. പറഞ്ഞേ, അമ്മയെ പോലെ തന്നെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഇത് മനുഷ്യൻ്റെ ദുഃഖമാണ്, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ദാഹമാണ്. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ സ്നേഹിക്കണം, പക്ഷെ അത് കിട്ടുന്നില്ല. ഒന്നെങ്കിൽ മരണം വഴി വേർപിരിഞ്ഞു പോയി, അല്ലെങ്കിൽ ഇതുപോലെ ഡൈവേഴ്സൊക്കെ സംഭവിച്ചു പോയി. ഇപ്പം എനിക്ക് ആരുമില്ല, ഞാൻ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടിരിക്കുവാണ്, ആരുടെയും സ്നേഹമില്ല, പരിപാലനയില്ല, സംരക്ഷണമില്ല, ആശ്വാസമില്ല. അപ്പോൾ ഈശോ നിന്നെ മാടി വിളിക്കുക, ഞാൻ നിത്യമായ സ്നേഹത്തിലേക്ക്, മാറ്റം വരാത്ത സ്നേഹത്തിലേക്ക്, അചഞ്ചലമായ സ്നേഹത്തിലേക്ക്, അനന്തമായ സ്നേഹത്തിലേക്ക്. അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ നിന്നെ കൈക്കൊള്ളുമെന്ന് പറഞ്ഞ് മാടി വിളിക്കുക. കോരിയെടുക്കാൻ 2 കരങ്ങൾ നീട്ടിപ്പിടിച്ച് വാരി കോരി പൊതിഞ്ഞു പിടിക്കാൻ ദൈവം തമ്പുരാൻ കരങ്ങൾ നീട്ടുക. നമ്മൾ ചെല്ലണ്ടേ അടുത്തോട്ട്? വേണോ? വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ? എന്തൊക്കെ സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞത്? അത് സ്ഥിരമാണ്, അനന്തമാണ്, അചഞ്ചലമാണ്, അപ്പനേക്കാളും അമ്മയെക്കാളും ഉപരി സ്നേഹിക്കുന്നതാണ്. പിന്നെ എന്താ പറഞ്ഞത്? നമ്മളെ രക്ഷിക്കുന്ന സ്നേഹമാണ്. പറഞ്ഞേ, നമ്മളെ രക്ഷിക്കുന്ന സ്നേഹമാണ്. രക്ഷിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഏതെങ്കിലും ഒരു ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണിച്ചു തരുന്ന സ്നേഹമാണോ രക്ഷിക്കുന്ന സ്നേഹം? അതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനുഭവം. പക്ഷെ അതുമാത്രമല്ല, വചനം പറയുന്നു, യെശയ്യാ 50:2 പറയാണ്, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ, അഥവാ മോചിക്കാൻ എനിക്ക് ശക്തിയില്ലേ? നീ പിശാചിൻ്റെ അടിമത്തത്തിലാണ് കഴിയുന്നെങ്കിൽ, നിത്യമായ നാശത്തിലേക്കാണ് നീ പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ, ആ പാവബന്ധനത്തിൽ നിന്ന്, ആ പിശാചിൻ്റെ കുരുക്കിൽ നിന്ന് നിന്നെ എന്നേക്കുമായിട്ട് മോചിപ്പിക്കാൻ കുഞ്ഞെ, മകനെ, എനിക്ക് കരുത്തില്ലേ, ശക്തിയില്ലേ എന്നാണ് ഈശോ ചോദിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എന്നെ പൂർണ്ണമായിട്ട് ഈ ഭൂമിയിലെ കുറേ കാര്യങ്ങൾക്ക് ഉത്തരം തന്നിട്ടല്ല, മറിച്ച് അനന്തതയിലേക്ക്, ദൈവത്തോടുള്ള ആ നിത്യതയിലേക്കുള്ള ജീവിതത്തിലേക്ക് എന്നെ രക്ഷിക്കുക തമ്പുരാൻ. അതിനു വേണ്ടിയിട്ടാണ് ഈശോയുടെ കുരിശുമരണം. വലത്തേറും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ 59:1 പറയുന്നുണ്ട്, നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നെഞ്ചി കരങ്ങൾ വെച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അത് സാമ്പത്തിക പ്രതിസന്ധിയാകാം, കടബാധ്യതയാകാം,
വീട് വെക്കാൻ പറ്റാത്തതാകാം, സ്ഥലം വിൽക്കാൻ പറ്റാത്തതാകാം, മക്കൾ പുറത്തേക്ക് പോയിട്ട് ജോലി കിട്ടാത്തതാകാം, പാർട്ട് ടൈം ജോലി കിട്ടാത്തതാകാം, അവർക്കൊരു നല്ല കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റാത്തതാകാം. ഏതാണോ നിങ്ങളുടെ കഴിവുകളുടെ അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളുടെ മേലും സർവശക്തനായ ദൈവത്തിന് കടന്നു വരാൻ, ഇടപെടാൻ, നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ രക്ഷിക്കാൻ പറ്റുമെന്ന് നെഞ്ചിൽ കൈവച്ച് വിശ്വസിച്ചേറ്റ് പറഞ്ഞ ദൈവത്തോട്. ദാനിയേലിൻ്റെ പുസ്തകം 14:38 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമേ അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടേയില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞ്, ദൈവമേ അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടേയില്ല. ഹല്ലേലൂയ. ഇതെപ്പോഴാണ് ദാനിയേൽ പറഞ്ഞതെന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്കിയാൽ, ഞാൻ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാറുള്ളതാണ്. ഇത് എപ്പോഴാണ് പറഞ്ഞത്? സിംഹക്കുഴിയിൽ കിടക്കുമ്പോഴാണ്. സിംഹക്കുഴിയിൽ ഹബക്കുക്ക് എന്ന് പറയുന്ന പ്രവാചകനിലൂടെ ഭക്ഷണം എത്തിച്ച് കൊടുക്കുമ്പോഴാണ് വിശന്ന് കിടക്കുന്ന സിംഹങ്ങളുടെ ഇടയിൽ ആ സിംഹങ്ങൾക്കൊന്നും ഇരയായി മാറാൻ അനുവദിക്കാതെ ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണയിൽ ദാനിയേൽ സിംഹക്കൂട്ടിൽ കടന്ന് കഴിയുമ്പോഴാണ്, വിശപ്പും ദാഹവും കൊണ്ട് വരിയുമ്പോൾ അവിടെ ദൈവം തമ്പുരാൻ ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോഴാണ് ദാനിയേൽ വിളിച്ച് പറയുന്നത്, ദൈവമേ അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, ഞാൻ ഈ സിംഹക്കൂട്ടിലാണ് കിടക്കുന്നതെന്ന് അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, എനിക്ക് വിശക്കുന്നുണ്ടെന്ന്, എനിക്ക് ദാഹിക്കുന്നുണ്ടെന്ന്, ഞാൻ ക്ഷീണിതനാണെന്ന്, ഞാൻ ഭയപ്പെട്ടിരിക്കുകയാണെന്ന് എൻ്റെ ദൈവം ഓർമ്മിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ആരാധനയിലൊക്കെ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ദൈവം നമ്മളെ ഓർമ്മിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെന്തോ അതിനു വേണ്ടി ദൈവം ഈ ഹബക്കുക്ക് പ്രവാചകനെ നിയോഗിച്ചതുപോലെ ദൈവം ചിലരെ നിയോഗിച്ചയക്കുകയാണ്. സ്വർഗത്തിൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരാൻ സഹായിക ദൂതനായിട്ട് ദൈവം ചിലരെ പറഞ്ഞയക്കുകയാണ്. വലത്തുകരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3:17-18 എന്താ പറയുന്നത്? തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തോടെ ഇന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത് എല്ലാവർക്കും, ഈ ഭൂമിയിലുള്ള സകലർക്കും, പാപിയാണെങ്കിലും ഏത് തരത്തിൽ തകർന്നവനാണെങ്കിലും, രോഗിയാണെങ്കിലും, അസ്വസ്ഥനാണെങ്കിലും, സങ്കടപ്പെടുന്നവനാണെങ്കിലും എല്ലാവർക്കും, ഈ ഭൂമിക്ക് മുഴുവനും ഈ ഹൃദയത്തിൽ ഇടമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ മാടി വിളിക്കുന്നത് എന്തിനു വേണ്ടിയാ? വചനം പറയുക, തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ നിന്നെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, അവൻ വഴി, ഈശോ വഴി ഈ ലോകം മുഴുവനും സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് തരുന്ന ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത് അതാണ്. റോമാ 5:5 ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ സ്വാർത്ഥമതികളും അഹങ്കാരികളും ഗർവിഷ്ഠരും തോന്നിവാസികളും ഒക്കെ ആണെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം വന്നു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കും ഒരു വലിയ ഒഴുക്കായി മാറാനായിട്ട് സാധിക്കുകയാണ്. നമ്മളും ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു ചാനലായി മാറുകയാണ്. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച് ഇനി നമ്മൾ ദൈവകരുണയുടെ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുവാണ്. അതിനുശേഷം വീണ്ടും നമ്മുടെ ആരാധന നമ്മൾ തുടരുകയാണ്. അപ്പോൾ ഈശോയോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ പഠിപ്പിച്ച ആ കരുണയുടെ ജപമാലയൊക്കെ ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, അങ്ങയുടെ കരുണയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ മാറ്റം വരാത്ത, വ്യവസ്ഥയില്ലാത്ത, അനന്തമായ, അചഞ്ചലമായ ആ സ്നേഹത്തിൻ്റെ പ്രവാഹമാണ് കരുണയായി നിലയ്ക്കാത്ത, അവസാനിക്കാത്ത ദൈവത്തിൻ്റെ കരുണയായി എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നത്, നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയെത്തുന്നത്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് സൗഖ്യാനുഭവം ഈശോ നമുക്ക് തരികയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോ സംസാരിക്കാൻ പോവുകയാണ് നമ്മളോട്. ഈശോയുടെ വലിയ സൗഖ്യ അനുഭവം നമുക്ക് തരാൻ പോവുകയാണ്. ശാന്തമായിട്ട് സിസ്റ്റർ പറയുന്ന സന്ദേശങ്ങൾ കേൾക്കാൻ പറ്റുന്ന പോലെ ശാന്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് ഒരു വ്യക്തിയുടെ ഉള്ളം കയ്യിലേക്ക് ദൈവവചനം തുറന്നുകൊണ്ട് വെച്ച് തരുന്നത് കാണിക്കുന്നു. ആ വ്യക്തിയോട് വചനം വായിക്കാനും വചന ശുശ്രൂഷയിൽ പങ്കുചേരാനും ഈശോ ആവശ്യപ്പെടുകയാണ്. നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തു തിരിച്ചു കിട്ടാനായിട്ട് കർത്താവിടെ വരുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തെ കർത്താവ് രക്ഷിച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈശോ ഇങ്ങനെ രണ്ട് കരങ്ങളും തുറന്ന് വിരിച്ചു പിടിച്ച് നമ്മുടെ ആലയത്തിലുള്ള മുഴുവൻ മക്കളെയും ഈശോയോട് ചേർത്ത് പൊതിഞ്ഞു പിടിക്കുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയുടെ വലിയ ഗ്യാസ് ട്രബിളിന്റെ അസുഖം മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് വലിയ സൗഖ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വേളാങ്കണ്ണി മാതാവിന്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. വലിയ ആന്തരിക മുറിവിന്റെ ബന്ധനാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് വലിയ സൗഖ്യ അനുഭവം കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. അനുതാപത്തോടെ നല്ല കുമ്പസാരം നടത്താനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വയറിന് അസ്വസ്ഥതയും വയറുവേദനയും മൂലം വിഷമിക്കുന്ന വ്യക്തികൾക്ക് കർത്താവ് വലിയ സൗഖ്യ അനുഭവം കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ നന്ദി. കർത്താവ് പറയുകയാണ്, സ്വർഗം നനച്ചു വളർത്തുന്ന പൂന്തോട്ടമാണ് ഈ ഭവനം എന്ന് ഈശോ പറയുന്നു. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയുന്നു. സ്വർഗം നനച്ചു വളർത്തുന്ന പൂന്തോട്ടമാണെന്ന് ഈശോ പറയുന്നു. ഈശോയെ സ്തോത്രം, സ്തോത്രം. സ്വർഗത്തിന്റെ കണ്ണുകളിലെ മുന്തിരിത്തോപ്പാണ് കർത്താവിന്റെ ഈ ഭവനം എന്ന് ഈശോ പറയുന്നു. ഈശോയെ നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായ ജലപ്രവാഹം, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമുക്ക് ഈശോ നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി കർത്താവേ, സ്തുതി. കള്ളക്കേസിൽ പ്രതിയായി തീർന്നിട്ട് വിഷമിച്ച വ്യക്തിക്ക് അതിൽ നിന്നുള്ള വിടുതൽ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. നിന്റെ പ്രശ്നങ്ങൾ നീ ദൈവത്തിന് വിട്ടുകൊടുത്താൽ ദൈവം ഇടപെടുമെന്ന് പറയുന്നു. ആ വ്യക്തിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഹൃദയം തുറന്ന് ജീവിതത്തെ വിട്ടുകൊടുത്ത് വിളിച്ചപേക്ഷിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. വലിയ വചന അഭിഷേകം, വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കാലിന്റെ മുട്ടിനുണ്ടായിരുന്ന വേദന ഈശോ പരിപൂർണമായിട്ട് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. സ്ഥലം വിൽപ്പനയ്ക്കുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോ ഇവിടെ വലിയ ഒരു സദ്യ ഒരുക്കി വെച്ചിട്ട് നമ്മളെ എല്ലാവരെയും ആ സദ്യയിലേക്ക് ഈശോ ക്ഷണിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ആന്റണി എന്ന പേരുള്ള ഒരു മകനെ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട്. ഷേർലി എന്നുള്ള ഒരു പേര് ഈശോ കാണിച്ചു തരുന്നുണ്ട്. ഒരു വ്യക്തിക്ക് വലിയ ശാരീരികമായ ഒരു രോഗാവസ്ഥയിൽ നിന്ന് വലിയ സൗഖ്യ അനുഭവം കൊടുത്ത് ഈശോ ഇപ്പൊ ആ വ്യക്തി തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. മാതാപിതാക്കളോട് ശത്രുതയിൽ കഴിയുന്ന വ്യക്തികളോട് ക്ഷമിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഈശോയെ തിന്മയെ, ശക്തമായ തിന്മയുടെ ബന്ധനാവസ്ഥയിൽ അസ്വസ്ഥത അനുഭവിച്ചിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ആ തിന്മയെ കർത്താവ് ബന്ധിച്ച് നിർവീര്യമാക്കി കളയുന്നുണ്ട്. ഇനി അസ്വസ്ഥനാകരുതെന്ന് കർത്താവ് ഒരു വ്യക്തിയോട് പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വയറ്റിലുണ്ടായിരുന്ന കുരുക്കള് കർത്താവ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. JCB ഓപ്പറേറ്റർ ആയ ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുകയും വലിയ അപകടത്തിൽ നിന്ന് ആ വ്യക്തിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നുണ്ട്. നമ്മളോട് വലിയ ജാഗ്രതയുള്ള മനുഷ്യരാകാൻ ഈശോ പറയുന്നുണ്ട്. വിവേകത്തോടെ ജാഗ്രതയോടെ നീങ്ങാൻ ഈശോ പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആടുകളെ വളർത്തുന്ന ഉപജീവന മാർഗമായിട്ടുള്ള ഒരു കുടുംബത്തെ കർത്താവ് അവരുടെ വളർത്തുമൃഗങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഈശോ പറയുന്നു. ദൈവത്തിന്റെ കരുണയെ വാഴ്ത്താനും സ്തുതിക്കാനും ആരാധിക്കാനും പ്രകീർത്തിക്കാനും അതിന് സാക്ഷികളാകാനും ദൈവം തിരഞ്ഞെടുത്തവർക്കേ പറ്റൂ. ദൈവമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് അവിടുന്ന് പറയുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ബൈബിളിനോട് വേണ്ടത്ര, വിശുദ്ധ ഗ്രന്ഥം വേണ്ടത്ര ബഹുമാനത്തോടെ ഉപയോഗിക്കാൻ, അതിന്റെ പേജുകളൊക്കെ മടക്കി വെക്കുക, വൃത്തിയില്ലാത്തടത്ത് വെക്കുക, അങ്ങനെയുള്ള ഒന്നും ചെയ്യാതെ അത് വേണ്ടത്ര
ഭയങ്കര ബഹുമാനത്തോടെ ഉപയോഗിക്കാൻ ഈശോ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഒരുപാട് തേനറകളാണ് കാണിച്ചു തരുന്നത്. ഒരുപാട് വചനത്തിന്റെ മാധുര്യം അതിന്റെ ആഴത്തിൽ അനുഭവിക്കാനായിട്ട് പരിശുദ്ധാത്മാവിലൂടെ ഈശോ നമുക്ക് കൃപ തരുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലിനകത്ത് ആണി രോഗം മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. ഞായറാഴ്ച ഇടവപ്പള്ളിയിൽ പോകാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് കൃപ ഇടവപ്പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. വീസ തടസ്സം മാറ്റിക്കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വളരെ വേദനാകരമായ രീതിയിൽ, മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ദേഷ്യപ്പെടുന്ന, ശകാരിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയോട് അത് നിർത്താൻ, ഒരമ്മയാണ് അത് നിർത്താൻ ഈശോ ആവശ്യപ്പെടുന്നു. ഈശോയെ സ്തുതിക്കുന്നു. മതപീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. മതപീഡനം പല സ്ഥലങ്ങളിൽ നടക്കുന്നു, അതിനു വേണ്ടിയിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നു. വരുന്ന ആളുകൾ ദുരിതപൂർണമാണ്, പ്രാർത്ഥിക്കണം, വിശ്വാസത്തിൽ ആഴപ്പെടണം എന്ന് ഈശോ നമ്മളോട് പറയുന്നു. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. തലയുടെ ഒരു വശത്തുണ്ടായിരുന്ന വേദന കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. പൂക്കളിന്റെ ചുറ്റും ഒരു വശത്തായിട്ട് ശക്തമായ വേദന അനുഭവിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. വിശുദ്ധ അമ്മ തെരേസയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വീസ തട്ടിപ്പ് സൂക്ഷിക്കാനായിട്ട് കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. ഈശോയെ സ്തുതിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒത്തിരി വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് തന്നെ വഴി തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കപ്പൽ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളോട് പറയുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നമ്മളോട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് തന്നിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഒപ്പം നിങ്ങളൊക്കെ എഴുതിക്കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തികളെയും നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ കരുണയുടെ മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിമിഷമാണ്. നമുക്ക് ആദ്യം ഒന്നും കൂടെ കരങ്ങൾ ഉയർത്തി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കാം, എല്ലാ സ്തുതി ആരാധനയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ എല്ലാം ഓർക്കാം, നമുക്ക് ശുശ്രൂഷകരെ എല്ലാം ഓർക്കാം, പാട്ടുപാടുന്ന മകനെ ഓർക്കാം, നമുക്ക് വേണ്ടി സ്പിരിച്വൽ ഷെയറിങ്ങിനൊക്കെ സഹായിക്കുന്നവരെയൊക്കെ ഓർക്കാം, നേർച്ച ഭക്ഷണമൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കുന്നവരെയൊക്കെ നമുക്ക് ഓർക്കാം, അതിൻ്റെ പാത്രങ്ങളെല്ലാം കഴുകുന്നവരെ നമുക്ക് ഓർക്കാം. ഏതെങ്കിലും വിധത്തിൽ നമ്മളോട് ചേർന്ന് നീ ദൈവ കരുണയുടെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും നമുക്ക് ഓർക്കാം, സമർപ്പിക്കാം. അവർക്ക് എല്ലാവർക്കും വേണ്ടി ദൈവത്തിൻ്റെ കരുണ നമുക്ക് യാചിക്കാം. നമ്മുടെ ഇടവക, നമ്മുടെ ദേശം മുഴുവനും, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ വൈദികരും സമർപ്പിതരെല്ലാവരും നമുക്ക് ഓർക്കാം. ലോകം മുഴുവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഇന്ത്യ മുഴുവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഓ പരിശുദ്ധാത്മാവേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ സ്നേഹിക്കുകയും നമ്മെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് സ്വസ്ഥമായ പാലസ്തീനയിൽ തന്നെ അനുഗമിച്ച ജനത്തോട് ഈശോയ്ക്ക് കരുണ തോന്നിയെന്ന് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നു. അവിടുന്ന് ചോദിക്കുന്നു, എൻ്റെ മകനെ, മകളെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? വഴിയരികിലിരുന്ന അന്ധയാചകൻ പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. നസ്രായനായ യേശു ദാവീദിൻ്റെ പുത്രനാണ്, രക്ഷകനും സൗഖ്യദായകനുമാണ് എന്ന്
ആ അന്ധയാചകൻ തിരിച്ചറിഞ്ഞു. എന്നാൽ അവൻ്റെ കൂടെ 3 വർഷം നടന്ന ശിമയോൻ പത്രോസിനെ, നീയും ആ നസ്രായനായ യേശുവിൻ്റെ കൂടെയുള്ളവനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥം അവന് മനസ്സിലായില്ല. ശിമയോൻ പത്രോസിനെ പോലെയാണോ ഞാനും? ഇതാ സകലതും എനിക്കായി നൽകുവാൻ കഴിയുന്ന കർത്താവിനെ ഈ ദിവ്യകാരുണ്യത്തിൽ എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ലേ? അവൻ എൻ്റെ രക്ഷകനും സൗഖ്യദായകനുമാണെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കുന്നില്ലേ? കരിക്കട്ടയെ കനൽക്കട്ടയാക്കുവാൻ സാധിക്കുന്ന സർവശക്തനായ ദൈവമാണ്. ഓരോ കൂദാശകളിലും ഞാൻ സ്വീകരിച്ച തീക്കട്ടയാണ്. എന്നെ കനലാക്കി മാറ്റുവാൻ അവന് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ലേ? ഒരു നിമിഷം നമുക്ക് ചോദിക്കാം, കർത്താവേ, ഞാനും ഒരിക്കൽ കനൽക്കട്ടയായിരുന്നു. ഇന്ന് എന്നിൽ നിന്ന് പ്രകാശവും ചൂടും നഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ കർത്താവേ, അതെനിക്ക് മടക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ എന്നെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലേക്ക് ഹൃദയമുയർത്തി ദാഹത്തോടെ നമുക്കായിരിക്കാം. എന്തെന്നാൽ വെളിപ്പാടിൻ്റെ പുസ്തകം പറയുന്നു, നീ ചൂടും തണുപ്പുമില്ലാത്തവനായാൽ നിന്നെ ഞാൻ തുപ്പിക്കളയും. കർത്താവേ, ഞാൻ ചൂടും തണുപ്പുമില്ലാത്തവനാണോ? നിന്നെക്കുറിച്ച് എനിക്ക് യാതൊരു വ്യഗ്രതയുമില്ലേ? എൻ്റെ ആത്മാവിനെക്കുറിച്ച് ഞാൻ അശ്രദ്ധയും അലസതയും കാണിക്കുകയാണോ? ഒരു നിമിഷം കർത്താവിൻ്റെ പക്കലേക്ക് കരങ്ങളും ഹൃദയവും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഉത്തരം ലഭിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലേക്ക് സ്തുതിക്കുന്നു. യേശുവേ, എനിക്ക് ഉത്തരം നൽകണമേ. ഞാൻ ചൂടും തണുപ്പുമില്ലാത്തവനാണോ? നിന്റെ വായിൽ നിന്ന് നീ എന്നെ തുപ്പിക്കളയുമോ? യേശുവേ, യേശുവേ, കടൽക്കട്ടയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീയുള്ളവനാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകമുള്ളവനാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് ദാഹത്തോടെ സ്തുതിച്ച് നിന്റെ വായിൽ നിന്ന് എന്നെ തുപ്പിക്കളയാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ച് തീക്കട്ടയായി മാറട്ടെ, ഞാനൊരു തീക്കട്ടയായി മാറട്ടെ. വിശുദ്ധ അൽഫോൻസാമ പറഞ്ഞു, മാമോദിസായിൽ എനിക്ക് ലഭിച്ച കൃപാവരം നഷ്ടപ്പെടുവാൻ ഞാൻ ഒരിക്കലും ഇടയാക്കിയിട്ടില്ല എന്ന്. അവൾക്ക് ലഭിച്ച അതേ മാമോദിസയാണ് എനിക്ക് ലഭിച്ചത്. അവൾ സ്വീകരിച്ച അതേ ആത്മീയ ശുശ്രൂഷകളാണ് ഞാനും സ്വീകരിച്ചത്. എന്നാൽ
എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? തീ പോലെ ജ്വലിച്ചിരുന്ന എൻ്റെ ഹൃദയം എൻ്റെ ആത്മാവിൽ നിന്ന് എങ്ങനെയാണ് അഭിഷേകം ഇറങ്ങിപ്പോയത്? എൻ്റെ സ്വാർത്ഥതയാണോ? എൻ്റെ അഹങ്കാരമാണോ? എൻ്റെ അവിശ്വസ്തതയാണോ? കർത്താവേ, നിനക്ക് മാത്രം അറിയാം, നിനക്ക് മാത്രം അറിയാം. എന്നോട് കരുണ തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞാൻ തകർന്നവനും തളർന്നവനുമാണ്. എങ്കിലും കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ചലവും അവിടുന്ന് എനിക്ക് തന്നാലും എൻ്റെ ഗുരു എന്നിൽ നിന്ന് മാറിപ്പോകുന്നില്ല എന്ന് പ്രവാചകനിലൂടെ ഞാൻ വായിച്ചറിയുന്നത്. ദൈവമേ, നിന്റെ കണ്ണുകൾ കൊണ്ട്, കരുണാമയമായ നിന്റെ കണ്ണുകൾ കൊണ്ട് എന്നെ കാണണമേ. ഞാനിതാ നിന്റെ തിരുമുഖത്തേക്ക് നോക്കും. ദൈവമേ, അവിടുന്ന് എന്നെ ദയാപൂർവം നോക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ എൻ്റെ കൃപാവരങ്ങൾ, എൻ്റെ അഭിഷേകങ്ങൾ എനിക്ക് തിരികെ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദാഹത്തോടെ എൻ്റെ അഹങ്കാരത്തിൽ നിന്ന്, എൻ്റെ ആസക്തികളിൽ നിന്ന്, എൻ്റെ സ്വാർത്ഥതയിൽ നിന്ന് എനിക്ക് വിടുതൽ തന്ന എന്നെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, എന്നെ കഴുകണമേ, നിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ. സ്തുതിക്കുന്നേ. ഇനിയും നിറവേറാത്ത എൻ്റെ നിയോഗങ്ങളിലേക്ക് കർത്താവിനെ ക്ഷണിക്കുക. ദൈവമേ, ദയാപൂർണനായ കർത്താവേ, നീ എനിക്ക് മതിയായവനാണ് എന്ന് ഞാൻ ആണയിട്ട് പറയുന്നു. നിനക്ക് സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു രോഗവും എനിക്കില്ല എന്ന്, നിനക്ക് നേരെ വഴിക്കാക്കാൻ കഴിയാത്ത ഒന്നും എൻ്റെ ജീവിതത്തിലില്ല എന്ന് ഞാൻ ഏറ്റുപറയുന്നു. കർത്താവേ, എൻ്റെ കടബാധ്യതകളിലേക്ക് ഈ നിമിഷം അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം ദിവസങ്ങൾ ഞാൻ കണ്ണുനീരോടെ നിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് കേട്ടില്ലേ. യേശുവേ, എൻ്റെ കുടുംബത്തിലെ തകർച്ചകളിലേക്ക് നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, കർത്താവേ, കരുണ കാണിക്കണമേ എന്ന് ഞാൻ യാചിച്ച് പ്രാർത്ഥിക്കുക. ഇനിയും ഏതെങ്കിലും നിയോഗങ്ങൾ കർത്താവേ വിശുദ്ധിയോടുകൂടി ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുവാനുണ്ടെങ്കിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ഞാൻ അവ സമർപ്പിക്കുന്നുണ്ട്. നിത്യജീവന് തടസ്സമായ നിയോഗങ്ങളൊന്നും എന്നിൽ നിന്നുണ്ടാവാതിരിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ നിയോഗങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇതാണ് സമയം, ഇതാണ് ആ നിമിഷം. അവിടുന്ന് എന്റെ നിയോഗങ്ങളെ ഏറ്റെടുക്കുന്ന നിമിഷത്തെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. നന്ദിപൂർവ്വം സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹബ 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, മുട്ടുകുത്തി നിൽക്കാം. ജീവൻ നൽകുമോരപ്പം നീ
തിരുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും തിരുനി മോചനമേകി സകലേശായുകടാക്ഷം തൂയമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന ഇന്നുമെന്നും അങ്ങേക്കാരാധന